അതാണ് കെ സമത്വം അഥവാ കീശ സമത്വം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഒഴിവാക്കലാണ് ലക്ഷ്യം. അതിനായി ആദ്യം ഉള്ളവനെ ഇല്ലാത്തവനാക്കും. തുടങ്ങാം. അതിനായി ആദ്യം ഉള്ളവനെ ഇല്ലാത്തവനാക്കും. ഉള്ളത് ഇല്ലാതായാൽ ഉള്ളവന്റെ നഷ്ടഭയം മാറുമല്ലോ, അല്ലേ? ഉള്ളവന്റെ നിറഞ്ഞ കീശയിൽ നിന്നുള്ള പ്രലോഭനം ശമിക്കുന്നതോടെ ഇല്ലാത്തവന്റെ മോഷണത്വരയും തീരും. അങ്ങനെ ഉള്ളവരെ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഉള്ളവരെ ഇല്ലാത്തവരാക്കിക്കൊണ്ട്, മടിയിൽ കനവും വഴിയിൽ പേടിയും കൂടാതെ പ്രജകൾക്ക് സമത്വബുദ്ധിയോടെ കഴിയാൻ പറ്റുന്ന നിലയിലേക്ക് ഒരു നവചോരളം നിർമ്മിച്ചെടുക്കലാണ് കീശ സമത്വം പദ്ധതിയുടെ ഉന്നം. കെ സമത്വം പദ്ധതിയിലൂടെ ഉള്ളവനെ ഇല്ലാതാക്കാനുള്ള ബുദ്ധിയോടുകൂടി ചോരള ദേശത്തെ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ തസ്കര സംഘം നാട് കൊള്ളയടിക്കാൻ തുടങ്ങി. പൂരാ കൊള്ളയടി. ഇല്ലാത്തവന്മാർ വല്ലാത്തവന്മാരാകാൻ പോകുന്ന നവചോരളത്തിൽ ഇല്ലായ്മയുടെ പൊറുതിമുട്ടലിൽ എന്തെങ്കിലും ഉണ്ടാക്കാനായി ഭാവിയിൽ പോലും ആരും തുനിയരുതെന്ന കരുതലോടെ നാട് മൊത്തമായാണ് തസ്കരോത്തമൻ കട്ടുകൂട്ടുന്നത്. കള്ളനാവണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ മോഷ്ടിക്കാൻ പറ്റുന്ന ഒരു വിഭവം പോലും ഈ മണ്ണിൽ മരമന്നന്റെ തസ്കര സംഘം അവശേഷിപ്പിക്കില്ല. അത്ര പഴുതടച്ചുള്ള കൊള്ളയാണ് നടത്തുന്നത്. തസ്കര ചക്രവർത്തിയുടെ ദീർഘദർശനത്തോടെയുള്ള ആ മോഷണാസക്തിയെ അദ്ദേഹത്തിന്റെ കരുതലായി പാണൻ പട്ടാളം നാടാകെ അവതരിപ്പിച്ചു. ചോരളദേശത്തെ മാധ്യമധർമ്മക്കാരും സാംസ്കാരിക നായകളും നവമാധ്യമ താരങ്ങളായിട്ടുള്ള വേശ്യാമണികളും ഘോര ആക്ടിവിസ്റ്റുകളും സാധാ പൗരപ്രമുഖരുമൊക്കെ പാണപ്പടയിലുണ്ട്. നാട് കൊള്ളയടിച്ച് കിട്ടുന്ന കൊള്ളപ്പണത്തിന്റെ ഒരു ചെറു പങ്ക് ഇവർക്കെല്ലാം ലഭിക്കുന്നുമുണ്ട്. പുരസ്കാരങ്ങളും മറ്റു ബഹുമതികളും കീർത്തിമുദ്രകളും പ്രശംസാപത്രവുമൊക്കെ പുറമേയും. സാമ്പത്തിക സമത്വം നടപ്പിലാക്കാനും പുരോഗമന ബുദ്ധമായിട്ടുള്ള ഒരു സമൂഹം സാക്ഷാത്കരിക്കാനുമായി പൗരസമൂഹം അനുഭവിക്കേണ്ട സകല വിഭവങ്ങളും പരാതി കൂടാതെ അനുഭവിക്കാനും സമ്പൽ സമൃദ്ധിയുടെ സകല ഉപദ്രവങ്ങളും അതുപോലെ ആഡംബര ജീവിതം നൽകുന്ന എല്ലാ പൊറുതിക്കേടുകളും ഈ സമൂഹത്തിനു വേണ്ടി ചോരളദേശ ചക്രവർത്തിയും കുടുംബവും പങ്കിട്ട് സഹിക്കാനും തയ്യാറാണെന്ന് എച്ചുലുതീനികളായിട്ടുള്ള പാണന്മാർ നാടാകെ പാടി. അവരുടെ പാട്ട് കേട്ട് ചോരളദേശത്തെ പ്രജകൾ തസ്കര ചക്രവർത്തിയെ നോക്കി അത്ഭുതത്തോടുകൂടി എന്തൊരു കരുതൽ എന്ന നിലയിൽ കണ്ണുതള്ളി തലയാട്ടി. ബുദ്ധിയില്ലായ്മ കൊണ്ട് അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു ചോരളീയ നിവാസികളുടെ തലമണ്ടകൾ. അങ്ങനെയുള്ള തലയോടുകൂടിയ പ്രജകളാണ് പഴഞ്ചൊല്ലിൽ പതിര് തേടാനും സ്വന്തം ആസനത്തിൽ മുളയ്ക്കാത്ത ആലിനെ പറ്റി ആലോചിക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. ചിന്തകളും ആലോചനകളും ആപത്താണല്ലോ. കരിമ്പ് കൊണ്ട് അടികൊണ്ട കഴുത കരിമ്പിൻ രുചി അറിഞ്ഞാലുള്ളത്ര ആപത്ത്. ആലോചിച്ചും ചിന്തിച്ചും നടന്നാൽ പ്രജകളുടെ തലയ്ക്ക് വെളിപടിക്കും. അങ്ങനെ വെളിപടിച്ചാൽ കുതിരയില്ലാത്ത നാട്ടിൽ മാത്രമേ ഒരു കഴുത ചക്രവർത്തിയാവൂ എന്ന സത്യം അവർ മനസ്സിലാക്കും. എച്ചുലുതീനികളായിട്ടുള്ള പാണന്മാരുടെ വാഴ്ത്തുപാട്ട് ഫലം കാണാതെ പോകും. സാമ്പത്തിക സമത്വം എന്നാൽ ഉള്ളവന്റെ കീശ കൊള്ളയടിച്ച് തുല്യ ദരിദ്രത പകരുന്നതല്ലെന്നും ഇല്ലാത്തവന്മാരെ കൂടി ഉള്ളവനാക്കി ജനങ്ങൾക്ക് സമൃദ്ധി സമത്വം നൽകുന്നതാണെന്നും അവർ തീർച്ചയായും തിരിച്ചറിയും. ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല, ദാരിദ്ര്യ നിർമ്മാണമാണ് തസ്കര ചക്രവർത്തിയും സംഘവും നടത്തുന്നതെന്ന യാഥാർത്ഥ്യം പ്രജകളുടെ മനസ്സിൽ തെളിയും. അങ്ങനെ തെളിയാതിരിക്കണമെങ്കിൽ പ്രജകളുടെ മണ്ടയിൽ വെളിവടിക്കാതിരിക്കണമെങ്കിൽ ആലോചിക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാനുമുള്ള അവസരം പ്രജകൾക്ക് നൽകരുത്. അതിനായി അവരെ സദാ വെളിവില്ലായ്മയിൽ തളച്ചിടണം. അതിന് ഒന്നിനു പിന്നാലെ ഒന്നെന്ന കണക്കിന് പല സംഭവങ്ങളും അവരുടെ മണ്ടയിലേക്ക് നിരന്തരം തട്ടണം. ചോരളീയരുടെ മണ്ട അത്തരം തട്ടലിനാണ് കാലങ്ങളായി ഇരപ്പെട്ടത്. ഒരിക്കലും കാതലായ പ്രശ്നങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ ചെന്നില്ല, അല്ലെങ്കിൽ ചെല്ലാൻ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് പഴഞ്ചൊല്ലുകളുടെ നാടായിട്ടുള്ള ചോരളത്തിന് ഇരിക്കേണ്ടവർ ഇരിക്കേണ്ട ഇടത്തിൽ ഇരിക്കേണ്ടവരെ ഇരുത്താതെ അവിടെ ഒരു പട്ടിയെ പിടിച്ച് ഇരുത്തേണ്ടി വന്നത്. അതുകൊണ്ടാണ് അനീതികളെ അവകാശബുദ്ധിയോടെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് തനിക്കെന്തിനാണ് കസവ് കൊണ്ടുള്ള തുന്നലെന്ന് ചിന്തിക്കുന്ന ഒരു കോണകത്തെ പോലെ കണ്ടവന്റെയൊക്കെ നാണത്തിന് താങ്ങും മറയുമായി ചോരളിയർക്ക് സ്വയം മാറേണ്ടി വന്നത്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ചോരളിയർ എല്ലാം മറന്ന് ആസനത്തിൽ മുളയ്ക്കാത്ത ആലിനെ പറ്റി മാത്രം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന നില വന്നു. അവരെ കൂടുതൽ ചിന്തിപ്പിക്കാൻ അനുവദിക്കാതെ പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന ബോധ്യം പകർന്ന് അവരെ വീണ്ടും ആലോചനാശൂന്യരായി മാറ്റേണ്ടത് ചോരളദേശത്തെ തസ്കര ചക്രവർത്തിയുടെ ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ അത്യാവശ്യമായിരുന്നു. അതിനായി തസ്കര ശ്രേഷ്ഠൻ ഒരു ഉപായം കണ്ടെത്തി. ആ ഉപായത്തിന്റെ പേരായിരുന്നു നവചോരള ഭോജന സദസ്. അതൊരു ഗംഭീര ഭക്ഷണമായിരുന്നു. കപ്പയും വരാല് കറി, അതായത് നമ്മുടെ ചുവന്ന കറി ഉണ്ടല്ലോ, ചുവന്ന കറി.
തസ്കര ചക്രവർത്തിയും സഹതസ്കരന്മാരും കൂടി ചക്രമുള്ള ഒരു വലിയ കക്കൂസ് പണി കഴിപ്പിച്ചു. 1000 കഴുതശക്തിയുള്ള ഒരു പടുകൂറ്റൻ ചക്ര കക്കൂസ്. ചോരളദേശ ചക്രവർത്തി തന്റെ മന്ത്രിമാരെയും കൂട്ടിക്കൊണ്ട് തസ്കര ഭരണം ആ ചക്ര കസേരയിലേക്ക് പറിച്ചു നട്ടു. എന്നിട്ട് ചോരള സാമ്രാജ്യം മുഴുവൻ ആ കക്കൂസുമായി അവർ തെണ്ടി നടന്ന് തിന്നു. തിന്നതിലും അളവിൽ തൂറി. ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, കനത്ത തോതിലുള്ള ഈ സാംസ്കാരിക ആക്രമണം നേരിടുന്ന സ്വഭാവത്തോടു കൂടിയവർ തൂറി എന്ന പദത്തെ വിസർജിച്ചു എന്ന് തിരുത്തി കേൾക്കാൻ അപേക്ഷ. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്: ചോരളദേശത്തെ പ്രജാപതിയും സഹതസ്കരന്മാരും കൂടി നാടിന്റെ നാനാഭാഗത്തും ചക്രക്കക്കൂസിൽ ചെന്ന് പ്രജാപ്രമുഖർക്കൊപ്പം ഇരുന്ന് തെണ്ടിത്തിന്നു തൂറിയാർക്കുന്ന അങ്ങേയറ്റം നാണം കെട്ട പരിപാടിയായിരുന്നു നവചോരള ഭോജന സദസ്സ്. എന്തായാലും അതോടെ ചോരളദേശത്തെ ആളുകൾ ആലോചനയും ചിന്തയും ഒക്കെ വെടിഞ്ഞ് ചക്രക്കക്കൂസിന് പിന്നാലെ പാഞ്ഞു. തിന്നു തൂറൽ തുടങ്ങി. അധികം വൈകും മുന്നേ തസ്കര പ്രജാപതിയുടെ ആസനത്തിൽ നിന്ന് സ്വർണ്ണവർണ്ണമുള്ള ഒരു ആൽ മുളപൊട്ടി. പിന്നാലെ സഹതസ്കരന്മാരുടെ ആസനത്തിലും ആൽവേരോട്ടം ആരംഭിച്ചു. ചോരളത്തിന്റെ തെക്കും ഭാഗത്തു വന്ന് ഓട്ടം നിർത്തുമ്പോൾ ചക്രക്കക്കൂസ് സഞ്ചരിക്കുന്ന ഒരു ആൽമരക്കാടു തന്നെയായി മാറിയിരുന്നു. അതൊരു ഗംഭീര ഭക്ഷണമായിരുന്നു. തസ്കര ശ്രേഷ്ഠന്റെയും സംഘത്തിന്റെയും വിശുദ്ധ അപ്പിയുമായി വിളങ്ങുന്ന ആ ചക്രക്കക്കൂസ് ചോരളദേശത്തിന്റെ ചരിത്ര മ്യൂസിയത്തിൽ ഇന്നും വിശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ തണൽ വിരിച്ചുകൊണ്ട് തസ്കര ശ്രേഷ്ഠന്റെ മൂലത്തിൽ മുളച്ച സ്വർണ്ണവർണ്ണമുള്ള ആൽമരവും മ്യൂസിയം നിറഞ്ഞ് പന്തലിച്ച് അങ്ങനെ അങ്ങ് നിൽക്കുന്നുണ്ട്. പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന പ്രഖ്യാപനവുമായി തഴയ്ക്കുന്ന ആൽമരം. ചക്രക്കക്കൂസ് കണ്ടു മടങ്ങുന്ന ചോരളിയർ ഇന്ന് നിരാശരല്ല, ഒട്ടും നിരാശരല്ല. അവർക്ക് ഉറപ്പുണ്ട്, തസ്കര ശ്രേഷ്ഠന്റെയും സംഘത്തിന്റെയും നാണമില്ലായ്മയുടെ അതേ മഹത്വം ഒരു നാൾ തങ്ങളുടെ നാണമില്ലായ്മയ്ക്കും കൈവരുമെന്ന്. അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിന് തണലേക്കാനായി അവരുടെ മൂലത്തിലും ആലുമുളയ്ക്കുമെന്നും. പോങ്ങൻ ചോരളീയരുടെ കഥ ഇവിടെ പറഞ്ഞത് വെറുതെയല്ല. ഒരു കാര്യത്തിൽ നവചോരളീയരും നമ്മുടെ പ്രബുദ്ധ കേരളീയരും ഒരുപോലെയാണെന്ന് പോങ്ങന് തോന്നി. ആ തോന്നൽ എന്റെ സഹജീവികളോട് പങ്കിടുക മാത്രമായിരുന്നു പോങ്ങന്റെ ലക്ഷ്യം. അതായത്, ചോരളീയരുടെ ജീവിതത്തിന് തണൽ ലഭിക്കണമെങ്കിൽ സ്വന്തം മൂലത്തിൽ ആലുമുളച്ചു വരണം. അല്ലാതെ തസ്കര ചക്രവർത്തിയും സംഘവും അവരുടെ ജീവിതത്തിന് തണലേകില്ല. എന്തെങ്കിലും നൽകിയാൽ തന്നെ അത് തണലാവില്ല, നല്ല താങ്ങു മാത്രമാവും. താങ്ങും തണലും എന്നാണല്ലോ പറയുക. അക്കാര്യം ചോരളിയർക്കറിയില്ലെങ്കിലും പോങ്ങനതറിയാം. അതുപോലെ തന്നെയാണ് പ്രബുദ്ധ കേരളീയരുടെ അവസ്ഥയും. സ്വന്തം മൂലത്തിൽ ആൽമുളച്ചാലല്ലാതെ മലയാളികളുടെ ജീവിതത്തിനും തണല് കിട്ടില്ല. അക്കാര്യം മലയാളികൾക്കറിയില്ലെങ്കിലും പോങ്ങനതറിയാം. ചോരളീയരെ പോലെ കേരളീയർ അത്രയ്ക്കങ്ങ് പഴഞ്ചൊൽ പ്രേമികളല്ലെങ്കിൽ കൂടി മലയാളികൾ തീർച്ചയായിട്ടും മനസ്സിൽ വെക്കേണ്ട ഒരു 2-3 പഴഞ്ചൊല്ലുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ സംസാരം പോങ്ങനിവിടെ അവസാനിപ്പിച്ചോളാം. ഒന്നാമത്തെ പഴഞ്ചൊല്ല്: നമ്മൾ നമ്മളല്ലാതായാൽ പിന്നെ നായയാണ്. രണ്ടാമത്തെ പഴഞ്ചൊല്ല്: വിവേകി എവിടെയും വിവേകി, രാജാവ് സ്വരാജ്യത്വ മാത്രം രാജാവ്. മൂന്നാമത്തെ പഴഞ്ചൊല്ല്: അജ്ഞത പ്രബുദ്ധതയാകുന്നിടത്ത് ബുദ്ധിമാന്മാർ പോകന്മാരാവും. Wake up and beg up this year, jump out the crib, stack up my C-note this year, killing my ego this year. എല്ലാവർക്കും നന്മകൾ, എല്ലാവരോടും സ്നേഹം. ഇനിയും കാണാം അടുത്ത വീഡിയോയിലൂടെ. ടാറ്റ. I never switch on the tribe, I keep it all the way real, I'm in control of my feels. You see my highlights, they study my real. Yeah. I'm showing more love this year, running more plays, finna scale up my business this year.